മടങ്ങി വരുമ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ചുള്ള റോഡ് ഉദ്ഘാടനമായതിനാലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കൊപ്പം വേദി പങ്കിട്ടതെന്നാണ് പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരന്റെ വിശദീകരണം. ഇന്നലെ പ്രമീള ശശിധരനോട് BJP നേതൃത്വം വിശദീകരണം തേടിയിരുന്നു. പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ പ്രമീള രാജിവെക്കണമെന്ന നിലപാട് C. കൃഷ്ണകുമാർ അടക്കമുള്ള ഒരുപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ നഗരസഭാ മേഖലയിൽ നല്ല സ്വാധീനമുള്ള വ്യക്തിയായ പ്രമീളയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ സാഹചര്യത്തിൽ ശക്തമായ നടപടി വേണ്ടെന്നും പാർട്ടിയിൽ അഭിപ്രായമുണ്ട്. പ്രമീളയ്ക്കെതിരെ നടപടി ഉണ്ടായാൽ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നിലപാട്. എന്തായാലും ഇതൊരു അസാധാരണ പ്രതിസന്ധിയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തെ തുറന്നെതിർക്കാൻ തീരുമാനിച്ചത് CPM-ഉം കോൺഗ്രസുമാണ്, CPM-ഉം BJP-യുമാണ്. ഇതിൽ BJP-യുടെ സംസ്ഥാന നഗരസഭാ അധ്യക്ഷ തന്നെ അവർക്ക് മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിട്ടു എന്നാണ് സാഹചര്യം. BJP-യെ വെട്ടിലാക്കിയ നടപടിയിൽ ഇക്കാര്യത്തിൽ BJP അവർക്ക് നടപടിയെടുക്കണമെന്ന ആവശ്യമുണ്ട്. പക്ഷേ മറുപക്ഷം ഈ സാഹചര്യത്തിൽ സൂക്ഷിച്ചു വേണമെന്ന നിലപാട് സ്വീകരിക്കുന്നവരുമാണ്. പ്രമീള ശശിധരൻ പാലക്കാട് MLA വേദി പങ്കിട്ടതിൻ്റെ പേരിൽ ഇന്നലെ BJP-യുടെ ജില്ലാ അധ്യക്ഷനും അതിനുശേഷം ജില്ലാ കമ്മിറ്റിയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നെല്ലാം പറഞ്ഞെങ്കിലും അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അതിൽ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ പാലക്കാട് MLAക്ക് ഒപ്പം അല്ലെങ്കിൽ വികസനത്തിനൊപ്പം വേദി പങ്കിട്ടതിൻ്റെ പേരിൽ അവർക്കെതിരെ അവരുടെ പാർട്ടി നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അവരെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാവും. യാതൊരു തർക്കവുമില്ല. പ്രാദേശിക കോൺഗ്രസ് നേതാവിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതായത് കോൺഗ്രസ് ഇതിനെ തന്ത്രപരമായി ഈ സാഹചര്യത്തെ ഉപയോഗിക്കാനുള്ള നീക്കമാണ് പാലക്കാട് രാഷ്ട്രീയത്തിൽ എന്നതാണ്. CV അനുമോദ് പാലക്കാട് നിന്നും ചേരുന്നു. അനുമോദ്, ഈ വിഷയത്തിൽ പ്രമീള വിശദീകരണം നൽകുന്നുണ്ട്, പ്രമീള ശശിധരൻ വിശദീകരണം നൽകുന്നുണ്ട്. BJP-യെ സംബന്ധിച്ച് ഈ നടപടി ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. പക്ഷേ നടപടി എടുത്ത് മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിൽ ഉചിതമോ എന്ന പ്രശ്നമുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ നീക്കം കൂടി പ്രസക്തമാവുകയാണ്. എന്താണ് പാലക്കാട് നഗരസഭയിൽ ഈ വിവാദത്തിൽ സംഭവിക്കുന്നത്? സജിത്ത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടു എന്നുള്ള പ്രമീള ശശിധരന്റെ വിവാദം അക്ഷരാർത്ഥത്തിൽ BJP-യാണ് ഇവിടെ പ്രതിരോധത്തിലാക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ ആ BJP-യിലുള്ള ഭിന്നത മറനീക്കി പുറത്തു വരികയും BJP-യുടെ കൈവശമുള്ള നഗരസഭ കൈവിടാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രമീള ശശിധരൻ ആ മേഖലയിൽ നല്ല സ്വാധീനമുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടിയെടുത്താൽ അത് വലിയ ഒരു വിഭാഗം നേതാക്കൾ, പ്രവർത്തകർ അവരുടെ കൂടെ പോവുകയും അവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യം വരികയും അത് BJP-ക്ക് പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതാണ് അവിടെ പ്രമീള ശശിധരന്റെ കൈവശമുള്ള ഒരു തുരുപ്പ് ചീട്ട്. തനിക്കെതിരെ ഈ ഒരു ഘട്ടത്തിൽ നടപടിയെടുത്തു കഴിഞ്ഞാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾക്കകം നടക്കാനിരിക്കെ വലിയ തോതിൽ തന്നെ BJP-ക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന സാഹചര്യം തീർക്കുമെന്ന കാര്യത്തിൽ അവർക്ക് ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വിഷയത്തിൽ അവരുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത്. MLA ഫണ്ട് ആയതുകൊണ്ടാണ് ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തത്, ആ നിർമ്മാണത്തിന്റെ ഫണ്ട് MLA നൽകിയതുകൊണ്ടാണ് അവർ ആ ചടങ്ങിൽ പങ്കെടുത്തത് എന്നൊരു വിശദീകരണമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, പാർട്ടി വിലക്ക് നിലനിൽക്കെ ഇത് ചെയ്യണമായിരുന്നു എന്ന ചോദ്യം ഉയരുമ്പോഴും വികസന പരിപാടികളിൽ MLA-യുടെ കൂടെ നിൽക്കുമ്പോൾ അത് വികസനത്തിനൊപ്പം നിൽക്കുകയാണെന്ന ഒരു പരോക്ഷ മറുപടി കൂടിയാണ് അവിടെ നൽകുന്നത്. അതായത് തനിക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അത് വികസനത്തിനെതിരായ നടപടിയാകും എന്ന ഒരു സന്ദേശം അവർ നൽകുന്നു. അത് കോൺഗ്രസ് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തകരുടെയൊക്കെ നിലപാടും അതുതന്നെയാണ്. ഇവരെ BJP ഇവർക്കെതിരെ നടപടിയെടുത്താൽ കോൺഗ്രസ് അവരെ ഒപ്പം നിർത്തുമെന്ന് പറയുമ്പോൾ പാലക്കാട് BJP-യിൽ ഒരു ഭിന്നത ഉണ്ടാവുകയും ഒരു വിള്ളൽ വരികയും തദ്ദേശ ഭരണത്തിന്റെ നിലവിലുള്ള നേട്ടങ്ങൾ BJP-ക്ക് ആവർത്തിക്കാതിരിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. BJP-യെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ അഭിമാനത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധം. അതിലാണ് BJP-യുടെ നഗരസഭാ അധ്യക്ഷ തന്നെ നേരിട്ട് BJP-യുടെ വിലക്ക് ഉണ്ടായിട്ട് പോലും അതിൽ പങ്കെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും BJP-യെ സംബന്ധിച്ച് അവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ അതുവരെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും വിലയില്ലാത്ത സാഹചര്യം വരികയും അവർക്ക് BJP-യുടെ നേതൃത്വത്തിന്റെ വാക്കിന് പുല്ലുവിലയാണ് നഗരസഭാ അധ്യക്ഷത്തിന് കൽപ്പിക്കുന്നത് എന്ന സന്ദേശം പറക്കുകയും ചെയ്യും. അത് BJP നേതൃത്വത്തിനും പ്രത്യേകിച്ച് C. കൃഷ്ണകുമാർ വിഭാഗത്തിനും അവിടെ വലിയ തോതിൽ തന്നെ തലവേദന ഉണ്ടാക്കുന്നത്. അപ്പോൾ BJP-യാണ് ശരിക്കും ഇതിൽ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ BJP-യുടെ നിലപാട് എന്താകും, പ്രമീളയുടെ നിലപാട് എന്താകും എന്നുള്ളതൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത്. ശരി, അതിനാണ് യാഥാർത്ഥ്യം. കാരണം BJP ഈ വിഷയത്തിൽ വെട്ടിലായി എന്നതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും വലിയ പ്രതിഷേധം പ്രഖ്യാപിച്ച BJP-ക്ക് സ്വന്തം നഗരസഭാ അധ്യക്ഷയുടെ പങ്കാളിത്തത്തെ എങ്ങനെ ന്യായീകരിക്കുമെന്നതാണ്. നേതൃത്വം തള്ളിപ്പറഞ്ഞെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു വീഴ്ച കാണിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ BJP മടിക്കുന്നു. കോൺഗ്രസ് ഈ സാധ്യതയെ ഉപയോഗപ്പെടുത്തുന്നു. ഇതാണ് രാഷ്ട്രീയ സാഹചര്യം. പാലക്കാട് സുപ്രധാന നീക്കം.